കുട്ടികളെ പുതിയ പുതിയ സ്ഥലങ്ങൾ, പുതിയ കളികൾ, പുതിയ മേഖലകൾ ഇങ്ങനെ നിരന്തരമായിട്ട് അവരെ എക്സ്പ്ലോർ ചെയ്യിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സാധാരണഗതിയിൽ എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും വായിക്കണം എന്നും എന്തെങ്കിലും പുതുതായിട്ട് ഒരു കാര്യമെങ്കിലും പഠിക്കണം എന്ന് പറയും. അത് കുട്ടികളെന്നില്ല, മുതിർന്നവരായാലും. അത് നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ കുട്ടികളുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം അവരുടെ ബ്രെയിൻ വളരുന്ന ഒരു ഘട്ടമായിരിക്കും. പ്രത്യേകിച്ച് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ അവർക്ക് കൗതുകം കൂടുതലുള്ള കാലഘട്ടമായിരിക്കും. അവർക്കെല്ലാം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് അവരെ കൊണ്ടെത്തിക്കാനും അവരുടെ ടേസ്റ്റുകൾ മനസ്സിലാക്കാനും ഒക്കെ ഒരു നല്ല കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് അവർക്ക് അവരുടെ ബ്രെയിനിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് നോക്കാം. പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടമായിരിക്കും. അവർ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അവർക്ക് എപ്പോഴും ചേഞ്ചബിലിറ്റി വേണം. അവർക്ക് ഒരു കാര്യത്തിൽ തന്നെ സ്റ്റിക്കായിട്ടിരുന്ന് നമ്മളെ പോലെ മടി പിടിച്ചിരിക്കാൻ അവർക്ക് താല്പര്യമില്ല. ആ എനർജി നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഏറ്റവും മികച്ച മിടുക്കരാക്കി മാറ്റാൻ പറ്റും. പ്രത്യേകിച്ച് ഈ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. അതിനുശേഷം വേണ്ടെന്നല്ല, എപ്പോൾ വേണമെങ്കിൽ ഏത് കാലഘട്ടത്തിലും നമുക്കത് ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് അവരുടെ ന്യൂറൽ പാത്വേസ്, അതായത് നമ്മുടെ തലച്ചോറിനകത്ത് ഈ കൂടുതൽ ന്യൂറോൺസ് പുതിയ 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 ന്യൂറോൺസ് ഉണ്ടാക്കപ്പെടും. അതുപോലെ ന്യൂറൽ പാത്വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതികളിലേക്കുള്ള അവരുടെ ടേസ്റ്റ്, അവരുടെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റുകളൊക്കെ പുതിയ 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 ഇൻട്രസ്റ്റുകളും അതിന് തക്കതായിട്ടുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാകും. അതെന്ത് ഗുണം ഉണ്ടാവും? അപ്പോൾ കൂടുതൽ കണക്ഷൻസ് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് കുറേ ഐഡിയാസ് വരും. പുതിയ അവർക്ക് ഇന്നോവേറ്റീവായിട്ട് അവർ പുതിയ കാര്യങ്ങളിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലാനുള്ളൊരു കാരണമാകും. പിന്നെ അടുത്തത് അല്ലെങ്കിൽ സ്ട്രെങ്തൻ അവരുടെ എക്സിസ്റ്റിംഗ് ന്യൂറോൺസ്, ഓൾറെഡി ഉള്ള അവരുടെ ടേസ്റ്റുകളെ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കാൻ ഇത് സഹായിക്കും. പിന്നെ ബ്രെയിൻ പ്രൂണിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില അവർക്ക് അനാവശ്യമായിട്ടുള്ള ചില ന്യൂറൽ പാത്വേസൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റഡ് ആയിട്ട് പുതിയ ആവശ്യമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ അവരുടെ തലയിലോട്ടേക്ക് നിറയ്ക്കാൻ നമുക്ക് പറ്റും. പിന്നെ രണ്ടാമതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അതായത് ഈ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ തിങ്കിങ്, അവരുടെ ചിന്താഗതിയിലുള്ള ഷിഫ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അവരുടെ ചുറ്റുപാടൊക്കെ അവരുടെ ചിന്താഗതിയെ ബാധിക്കും അല്ലേ? അപ്പോൾ അതൊരു പക്ഷേ നമുക്ക് ഒരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആണെങ്കിലും ഇത്തരം പുതിയ യാത്രകൾ, പുതിയ മേഖലകളിലേക്ക് അവരെ കൊണ്ടുപോവുക, പുതിയ ഇടങ്ങളിൽ അവരെ എത്തിക്കുക, അവരെ പുതിയ കളികളിലേക്ക് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ തിങ്കിങ് മാറാൻ തുടങ്ങും, ചിന്താഗതികൾ മാറും. അതേപോലെ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് വെറും മാത്സ് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം സോൾവിങ് അല്ല ഉദ്ദേശിക്കുന്നത്. ലൈഫ് പ്രോബ്ലം സോൾവിങ്, അതായത് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേഷൻ ഉണ്ടാവും. അതായത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ തലയിലുള്ള ഡിസിഷൻ മേക്കിംഗ്, മെമ്മറി, ലേണിങ്, ഈ ഇമോഷണൽ മാനേജ്മെൻറ്റ്, ഇതിനെയൊക്കെ മെയിൻ സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ഒരിടമാണ്. അത് നല്ല രീതിക്ക് ആക്ടിവേറ്റ് ആവും. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഇമോഷണൽ മാനേജ്മെൻറ്റ് വളരെ കുറവാണ്. എന്തിനു കുട്ടികൾ, നമ്മൾക്ക് പോലും അല്ലേ? ചിലപ്പോൾ സങ്കടം, ചിലപ്പോൾ ദേഷ്യം, ചിലപ്പോൾ നിരാശ, അങ്ങനെ പല മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുഞ്ഞുനാളിൽ മുതൽ ഇവരെ ഇത്തരം രീതികളിൽ ട്രെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും അത് നിരന്തരമായിട്ട് ലൈഫ് ലോങ് ആയിട്ട് അതെപ്പോഴും എനർജറ്റിക്കായിട്ട് പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യും. പിന്നെ പ്രധാനമായിട്ടും അവരുടെ പഠന മേഖലയിലും ആ പഠിക്കുന്ന കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനുമായിട്ട് അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ലേണിങ് ശരിക്കും നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നതാണല്ലോ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലേണിങ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും. ഇപ്പോൾ കുട്ടികൾക്ക് മടിയാണ്, മൂഡില്ല, പഠിക്കാൻ താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുമ്പം ഇപ്പോൾ കുട്ടികൾ ഫോണ് കാര്യങ്ങളൊക്കെ കൂടുതൽ അഡിക്റ്റ് ആകുമ്പോൾ നമ്മളും കൂടെ അവരോട് ഇറങ്ങിച്ചെന്ന് നമ്മളും കൂടെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഇത്തരം സമയങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ
വെക്കേഷനാണ് തീരാൻ പോകുന്ന സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ടൈം അവർക്ക് കൊടുക്കുക. അവർ ശരിക്കും അവർക്കൊന്നും ചെയ്യാനില്ല, അവർക്ക് ബോറടിക്കുകയാണ്, അതുകൊണ്ടാണ് അവർ ഫോണിലേക്ക് അഡിക്റ്റ് ആവുന്നത്. അപ്പോൾ അത് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റുന്നതുകൊണ്ടാണ്. എന്നാൽ അതിന് പകരം മറ്റെന്തെങ്കിലുമൊക്കെ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് മതി. സോ അതിനുള്ളൊരു സമയവും അതിനുള്ളൊരു ശ്രമവും നമുക്ക് നടത്തി തുടങ്ങാം. അപ്പോൾ കുട്ടികളെ മിടുക്കരാക്കി വളർത്താം. നാളത്തെ പൗരന്മാരാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ സ്വത്താണ് അവർ. അപ്പോൾ അങ്ങനെ അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.